ഹായ്, ഞാൻ ഡോക്ടർ സുമി. ഇന്ന് ഇത്രയും സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് സിമ്പിളായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. എല്ലാവർക്കും ജോലിയൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് അധികം ഒന്നും പാചകം ചെയ്യാനോ കുക്കിങ്ങിനോ ഒന്നും ഇല്ലാത്ത നല്ല ന്യൂട്രീഷ്യൻസ് ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്. ലീഫെല്ലാം നല്ലതുപോലെ വാഷ് ചെയ്ത് നമുക്ക് ഈ എഗ്ഗ് വെച്ചിട്ട് നമുക്കിനി എഗ്ഗ് വെച്ച് ഓംലെറ്റ് ഉണ്ടാക്കാം. ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് പെപ്പർ ഇങ്ങനെ സീഡ് പോലെ കുരു പോലെ പെപ്പർ കിട്ടുമെങ്കിൽ അതാണ് നല്ലത്. ഇത് ഒന്ന് പ്രസ്സാക്കി കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഒന്ന് മിക്സിയിലിട്ട് ക്രഷാക്കുക. ഇതിന് ടൈം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ പെപ്പറിൻ്റെ പൗഡർ എടുത്താലും മതി. പെപ്പർ നല്ല റിച്ച് ആൻറ്റി ഓക്സിഡൻസ് ആണ് പെപ്പർ എന്ന് പറയുന്നത്. വീട്ടമ്മമാരൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ, ഭാര്യ ഭർത്താവിന് ഉണ്ടാക്കി കൊടുക്കാൻ ടൈം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതാണ് ഒന്നും കൂടെ നല്ലത്, പൗഡർ നമ്മൾ എടുക്കുന്നതിനാട്ടിലും. ഇത് കണ്ടല്ലോ പെപ്പർ, ഞാൻ ഈ നൈഫ് ഉപയോഗിച്ചിട്ട് ഇതിമേ വെച്ച് പ്രസ്സാക്കിയതാണ്. ഇതിങ്ങനെ ചെയ്യുന്നതാണ് പോഷകം മാക്സിമം കിട്ടാൻ നമുക്ക് നല്ലത്. എന്നിട്ട് നമുക്കിനി ഈ എഗ്ഗിനോട് ഓംലെറ്റ് ഉണ്ടാക്കാം. ബുൾസയോ ഓംലെറ്റോ എന്തായാലും അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കാം. ഹോട്ടായ പാനക്ക് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. കൂടെ തന്നെ ഇതിങ്ങനെ സ്പ്രിങ്കിളാക്കി ഇട്ട് കൊടുക്കുക കേട്ടോ. വെതറിയിട്ട് കൊടുത്താൽ മതി. എഗ്ഗ് അധികം വേവണമെന്നില്ല, ഒരുപാട് വെന്ത് അതിൻ്റെ പോഷകമൊന്നും നഷ്ടപ്പെടുത്തേണ്ട. ബയോട്ടിനൊക്കെ ഉള്ളതാണ്, സ്വല്പം വെന്താൽ മതി. ലീഫ് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടതായിട്ട് ഈ തണ്ട് വേറെ എന്തായിട്ട് കട്ട് ചെയ്ത് വെക്കാം. നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കുന്ന സമയത്ത്, സാൻഡ്വിച്ചോ ബർഗർ എന്താ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഡ്രസ്സ് ചെയ്യാനും അതിൻ്റെ ലെയറാക്കി വെക്കാനൊക്കെ നല്ലതാണ്. ആകെ ഇത്രയേ ഉള്ളൂ ആണ്. ഇത് കണ്ടില്ലേ, ഈ എഗ്ഗ് ആകെ നമുക്ക് എഗ്ഗ് ഉണ്ടാക്കണം എന്നുള്ളതും അത് എഗ്ഗ് കുക്ക് ചെയ്യണം, ഓംലെറ്റ് കുക്ക് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ലീഫി വെജിറ്റബിൾസ് ഉണ്ടാവുക. ഇതിൽ തക്കാളി, ഉള്ളി അങ്ങനെയൊക്കെ വെക്കാം. ഞാൻ അതൊന്നും ഇതിൽ കാണിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് വാഷ് ചെയ്യാനോ ചിലപ്പം ജോലിക്ക് പോകുന്ന ആൾക്കാർ കുറേ പേഷ്യൻസ് വരാറുണ്ട്. ജങ്ക് ഫുഡ് സമയമില്ല ഡോക്ടറെ, വീട്ടിലൊന്നും ഉണ്ടാക്കാനൊന്നും സമയമില്ല, അതുകൊണ്ടാണ് പുറത്തുനിന്ന് കഴിക്കുന്നത്. വയറിന് എന്തെങ്കിലും അസുഖമായിട്ട് വരുന്നത് ഈ കാരണം ജങ്ക് ഫുഡ് പുറത്തുനിന്ന് ഹോട്ടൽ ഭക്ഷണത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അസിഡിറ്റിയും അൾസറൊക്കെ ഉണ്ടായിട്ട് വരുന്നത് ഈ കാരണം. അപ്പോൾ തക്കാളി അങ്ങനെയൊക്കെയുള്ള സമയമൊന്നും ഇല്ലെങ്കിൽ ഇത്രയും മാത്രം മതി നിങ്ങൾക്ക്. ഇത് കണ്ടില്ല, ഈ 2 ബ്രെഡിൻ്റെ ഇടയിൽ ഈ ഓംലെറ്റും ഈ ലീഫി വെജിറ്റബിൾസും ഈ പീനട്ട് ബട്ടർ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഓംലെറ്റ് ഉണ്ടാക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ പീനട്ട് ബട്ടറും ഈ ലീഫും ബ്രെഡും മാത്രം ഉണ്ടായാലും മതി. എന്നാലും പുറത്തു നിന്നുള്ള ഫുഡ് ഒഴിവാക്കുക. പീനട്ട് ബട്ടർ ആകുമ്പോൾ നിങ്ങൾക്ക് പ്രോട്ടീൻ കിട്ടി. ലീഫി വെജിറ്റബിൾസ് ആകുന്ന സമയത്ത് അതിലുള്ള പോഷകവും കാൽഷ്യം അങ്ങനത്തെ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് പൊട്ടാസ്യം എല്ലാം കിട്ടി. ഈ ലീഫി വെജിറ്റബിൾസ് യൂറിക് ആസിഡൊക്കെ ഉള്ളവർക്കൊക്കെ നല്ലതാണ് കേട്ടോ. ലീഫി വെജിറ്റബിൾസ് യൂറിക് ആസിഡൊക്കെ പോകാൻ നല്ലതാണ് ലീഫി വെജിറ്റബിൾസ് കഴിക്കുന്നത്. ഇപ്പം ഇനി നിങ്ങൾക്ക് ഉച്ചയുടെ വേണമെന്നുണ്ടെങ്കിലും ഇതുപോലെ ടിഫിൻ ബോക്സിലായിട്ട് പോയിട്ട് 11 മണിക്ക് ഉച്ചക്കൊക്കെ കഴിക്കാം. ഉച്ചക്ക് ചോറ് തന്നെ കഴിക്കണം നിർബന്ധം ഇല്ലാത്തവർക്ക് ഇങ്ങനെ കഴിയുന്നത്ര ഹോട്ടൽ ഭക്ഷണം ഒഴിവാക്കാം. ഇങ്ങനെ എഗ്ഗ് വെക്കാം, ലീഫ് വെക്കാം, എങ്ങനെ വേണമെങ്കിലും ലെയറായിട്ട് നിങ്ങളെ സൗകര്യം പോലെ ഇഷ്ടത്തിന് എത്ര ബ്രെഡോ 4 ബ്രെഡോ 1 ബ്രെഡോ 2 ബ്രെഡോ നിങ്ങളെ ഇഷ്ടം പോലെ ബ്രെഡും വെച്ച് കൊടുക്കാം. ഓരോരുത്തരുടെ വിശപ്പിനും ഓരോരുത്തരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അവരുടെ കയ്യിലുള്ള സാധനങ്ങൾക്കനുസരിച്ച് മേടിച്ചോ. എന്താണെന്ന് വെച്ചാൽ അത്രയും കാശൊന്നുമില്ല നിങ്ങൾക്കിത് മേടിക്കാനൊന്നും, അധികം കാശ് ചിലവല്ല, നല്ല പോഷകമുള്ള സാധനം വരും. ഇനി ഒരു ലെയറും ബ്രെഡും കൂടെ അതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. ഇനി ഇത് തന്നെ ഓംലെറ്റ് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരു ലെയറും കൂടെ ഒറ്റൊരു ഓംലെറ്റ് കൊണ്ട് തന്നെ 2 ലെയർ ഉണ്ടാക്കിയിട്ട് അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ 2 3 ബ്രെഡ് 3 4 ബ്രെഡ് കഴിക്കാൻ പറ്റുന്ന പോലെ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഞാനിങ്ങനെ എല്ലാ വിധവും കാണിച്ചു തരികയാണ്. ഓംലെറ്റ് ഞാനിങ്ങനെ ഇതാക്കുന്ന ഒരു ലെയറും കൂടെ ഉണ്ടാക്കി കേട്ടോ. അപ്പം ലീഫ് പിന്നെയും ആ ലെയറിൽ ലീഫ് വെജിറ്റബിൾസ് വെച്ച് കൊടുക്കാം. കിഡ്നി പേഷ്യൻസോ അല്ലെങ്കിൽ കിഡ്നി പേഷ്യൻസ് പൊട്ടാസ്യം അധികമാവരുത് എന്നുള്ള അസുഖങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഒരുപാട് ലീഫ് വരുന്ന സമയത്ത് കാൽഷ്യം ഓക്സിഡേറ്റൊക്കെ അധികമാകുന്നത് 1 2 ലീഫ് മതി, അതിൽ കൂടുതൽ വേണമെന്നില്ല.
ബാക്കി നോർമലായിട്ടുള്ള ആൾക്കാർക്ക് എത്ര വേണമെങ്കിലും കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ യൂറിക് ആസിഡൊക്കെ ഉള്ള ആൾക്കാർക്ക് കിഡ്നിക്ക് പ്രശ്നമില്ല. യൂറിക് ആസിഡുള്ള ആൾക്കാർ ലീഫ് വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കുന്ന നല്ലതാണ്. യൂറിക് ആസിഡൊക്കെ കുറയാൻ സഹായിക്കും കേട്ടോ. പിന്നെ 1-2 ലീഫ് കഴിക്കുന്നതുകൊണ്ടും ഇപ്പോൾ കിഡ്നി പേഷ്യൻസ് ആയാലും കുഴപ്പമില്ല. കാരണം നമുക്ക് പൊട്ടാസ്യം വേണം. പൊട്ടാസ്യം കാൽഷ്യം ഒന്നും ഇല്ലാണ്ട് നമ്മുടെ ശരീരത്തിൽ ഒരു പ്രവർത്തനവും നടക്കില്ല. അപ്പോൾ ആവശ്യത്തിനുള്ളത് നമുക്ക് വേണം. അപ്പോൾ 1-2 ചെറിയ ലീഫ് വെച്ച് കൊടുത്തിട്ട് ചെയ്താലും മതി. അപ്പം അങ്ങനെയൊക്കെയുള്ള ബാങ്കിലൊക്കെ വർക്ക് ചെയ്യുന്ന ബാങ്ക് മാനേജേഴ്സോ അങ്ങനെയൊക്കെ ഉണ്ടാവും. കിഡ്നിക്ക് എന്തെങ്കിലും ഫെയിലിയറോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്താൽ മതി. കഴിഞ്ഞത്ര ജങ്ക് ഫുഡ് ഒഴിവാക്കിയിട്ട് നോർമൽ, ഞാൻ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഞാനിതിൽ ആഡ് ചെയ്യാത്തത് സിമ്പിളായിട്ടുള്ള, അതിനൊന്നും സമയമില്ല എന്ന് പറയും എല്ലാവരും. അപ്പോൾ ഇത് സമയമൊന്നും വേണ്ട, ജസ്റ്റ് ഇതൊന്ന് ലെയറാക്കിയിട്ട് കഴിക്കാൻ എന്താണ് സമയത്തിൻ്റെ ആവശ്യം? ഒരു സമയവും വേണ്ട. നമ്മളൊന്ന് മനസ്സ് വെക്കണം, മനസ്സുണ്ടാവണം എന്നുള്ളതേ ഉള്ളൂ. അതിനുള്ളൊരു താല്പര്യം കാണിക്കണം എന്നുള്ളത്, മനസ്സ് വേണം എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഇതിൻ്റെ മേലെ ഞാൻ എഗ്ഗ് ഞാൻ സ്പ്ലിറ്റ് ചെയ്തു, 2 അതിൻ്റെ മുകളിൽ കൊണ്ട് വെച്ചു. ഇനി ഒരു ബ്രെഡോ അല്ലെങ്കിൽ ഇതിൻ്റെ മേളിൽ തന്നെ ഒന്നും കൂടെ ലീഫ് വെച്ചിട്ട് എന്നിട്ട് ബ്രെഡ് വെച്ചിട്ട് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും ഇത് കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള, നല്ല കാണാൻ ഭംഗിയുള്ളത് കിട്ടി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 150, 200, 300 ഒന്നും കൊടുത്തത് പുറത്തുനിന്ന് വാങ്ങേണ്ട ഒരു ആവശ്യമില്ല. ബ്രെഡ് വീറ്റ് ബ്രെഡോ സാധാ ബ്രെഡോ ഏത് ബ്രെഡ് വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത് ഉപയോഗിച്ചിട്ടുള്ള പൈസയോ ഉള്ള സമയം ഉപയോഗിച്ചിട്ട്, പൈസ ഇല്ല സമയമില്ല എന്ന് ഒന്നും ഇല്ല എന്ന് പറയില്ല, ഉള്ളത് വെച്ചിട്ട് എന്താ ചെയ്യാൻ പറ്റുക അത് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഉണ്ടല്ലോ അടിപൊളിയായിട്ട്. ഇത് ടേബിളിൽ വെച്ചിട്ട് ഭർത്താവിനോ കുട്ടികൾക്കൊക്കെ കൊടുക്കുക. മിക്ക മാതാപിതാക്കളും വരുന്നപ്പോൾ പറയുന്ന ഒരു കംപ്ലൈൻ്റാണ്, മക്കൾ എന്ത് കൊടുത്താലും കഴിക്കുന്നില്ല, അത് വേണ്ട ഇത് വേണ്ട. അപ്പോൾ ഇതുപോലെയൊക്കെ ഭംഗിയായിട്ട് അവർക്ക് ഇഷ്ടമുള്ള, അവർക്ക് പുറത്ത് പോയാൽ കഴിക്കാൻ പറ്റുന്ന സാധനം വീട്ടിൽ നിങ്ങൾ ഹെൽത്തി ആക്കി ഉണ്ടാക്കി കൊടുത്ത് അവർ കഴിച്ചോളും. അപ്പോൾ അവർക്ക് ഹെൽത്തി ആയിട്ടുള്ള ന്യൂട്രീഷ്യൻസ് ആയിട്ടുള്ള ഒരു ഫുഡ് അവർക്ക് കിട്ടും.